ദുബായിൽ വന്നിട്ട് എന്നെപ്പോലെ വലിയ കാശ് ചെലവില്ലാത്ത ടൂറിസ്റ്റ് സ്പോട്ട് അന്വേഷിച്ച് നടക്കുകയാണ് നിങ്ങളെങ്കിൽ ട്രസ്റ്റ് മീ ഗായ്സ്, ക്രീക്ക് ഹാർബർ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ചോയ്സ്. ക്രീക്ക് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എക്സിറ്റ് നമ്പർ 1 പുറത്തേക്ക് പോവുക. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നേരെ കാണുന്ന നടപ്പാതയിലൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് മെറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷനിൽ എത്താൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ മെറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ. ഇവിടുന്ന് ബോട്ട് വഴിയാണ് ക്രീക്ക് ഹാർബറിലേക്ക് പോകുന്നത്. 2 ദിർഹം മാത്രം കൊടുത്താൽ മതി, നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് കിട്ടും. ഇനി അതല്ലെങ്കിൽ നമ്മളുടെ മെട്രോ കാർഡ് യൂസ് ചെയ്തായാലും നമുക്ക് ബോട്ട് യാത്ര ചെയ്യാവുന്നതാണ്. ക്രീക്ക് ഹാർബറിലേക്കും ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലേക്കുമാണ് ഇവിടുന്ന് മെയിൻലി ബോട്ട് സർവീസ് ഉള്ളത്. ചില ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് വീക്കെൻഡ്സിൽ ഒരുപാട് ആളുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഡിസംബർ മാസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്നും ഏകദേശം 10 മിനിറ്റാണ് ക്രീക്ക് ഹാർബറിലേക്കുള്ളത്. സൂര്യാസ്തമയം ബോട്ട് യാത്രയെ കുറച്ചുകൂടെ മനോഹരമാക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ നമ്മൾ ക്രീക്ക് ഹാർബറിലേക്ക് എത്തിയേക്കാണ്. ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും ഒറ്റയ്ക്കിരിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ക്രീക്ക് ഹാർബറിലേക്ക് വരിക. കാരണം ഇവിടെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണുള്ളത്. ഇവിടെ മനോഹരമാക്കുന്നതിന് വേണ്ടി ചുറ്റിനും ധാരാളം ചെടികളും മരങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ചുറ്റുപാടുള്ള ബിൽഡിങ്സിൽ ഒരുപാട് കഫേസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു നല്ല ഫോട്ടോഗ്രാഫി സ്പോട്ട് കൂടെയാണ്. ധാരാളം ആൾക്കാരാണ് ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരുന്നത്. ഈവനിങ് ടൈമിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ വ്യൂ പോയിന്റിന്റെ മുകളിൽ നിന്നിട്ട് സൺസെറ്റ് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഇത്ര നേരം കണ്ട പോലെയല്ല, രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിൽഡിങ്സിലും ചുറ്റുപാടൊക്കെ നിറയെ ലൈറ്റ്സ് ആയിരിക്കും. അപ്പോൾ കാണാനായിട്ട് വേറെ തന്നെ ഒരു ഭംഗിയാണ്. തിരിച്ചു പോകാനാണെങ്കിലും നമ്മൾ വന്ന പോലെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ദുബായിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ യാത്ര എനിക്ക് വളരെ സ്പെഷ്യലായിരുന്നു. അങ്ങനെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് തിരിച്ച് പോവുകയാണ്.